ഇവിടെ കാറിൽ വന്ന് കാർ അവിടെ നിർത്തിയിട്ട് അതിലാകെ മൊത്തം ഉണ്ടായത് 7 ആൾക്കാരാണ് അതിൻ്റെ അകത്ത് ഉണ്ടായത്. അതിന്മാരുള്ള ആൾക്കാരൊന്നും ഇല്ല, 7 ആൾക്കാർ മാത്രമാണ്. ഈ ആൾക്കാർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കോലം മുഴുവനും കത്തിച്ചപ്പം തന്നെ ഓരോ കൈ പൊള്ളും ചെയ്തിരിക്കുന്നത്. ഇത് വാങ്ങി ഡീസലി ഒഴിച്ച സാധനം കൊണ്ട് അയാളെ കൈ പൊളിഞ്ഞു. പക്ഷെ അയാൾ അവരെ കാണിച്ചിട്ടില്ല. നിങ്ങളത് കണ്ടു? പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ നേരം പ്രസംഗിച്ചു. ഇതൊക്കെ തന്നെ ഈ ഹനുമാൻ സേവേന്റെ ആൾക്കാരാണ് വന്നത്, അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരൊന്നുമല്ല. അതെന്നെ കുറച്ച് നോളജുള്ള ആൾക്കാരൊന്നും അല്ല വന്നത് ഇതിൽ. മോഹൻലാലിനെതിരെയൊക്കെ സംസാരിച്ചോ? മോഹൻലാലിനെ പറ്റിയിട്ടൊക്കെ വിളിച്ച്. പക്ഷെ മോഹൻലാലിന് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. മോഹൻലാൽ അവരോട് മാപ്പും പറഞ്ഞല്ലേ, ഞങ്ങൾ ചെയ്യാം എല്ലാം കട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇതല്ലേ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വ്യാഴാഴ്ച തൊട്ടാണ് വരുന്നത് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു മോഹൻലാൽ എന്നെ പറഞ്ഞിരിക്കുന്നില്ല, ഞങ്ങൾ എല്ലാ ഭാഗവും ഞങ്ങൾ ക്ലിയർ ആക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഇത് വന്ന് ഒരു കത്തിച്ചത്. അതിന്റെ ആവശ്യമില്ല. വരും പറഞ്ഞതല്ലേ, മാപ്പ് പറഞ്ഞതാ. മോഹൻലാൽ മാപ്പ് പറഞ്ഞതാണ്. പിന്നെ ഇനി ഇവരെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അനീതിയല്ലേ ഇവർ ചെയ്യുന്നത്. വെറുതെ വന്ന് ഷോ കാണിച്ചു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൾക്കാരും ആകെ മൊത്തം 7 ആൾക്കാർ, 2 പെണ്ണുങ്ങളും ഒരു 4-5 ആൾക്കാരും ഉണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതിൽ വന്നിട്ട് കത്തിച്ച് പൊള്ളിട്ട് പോയി. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യം തോന്നുന്നുണ്ട് ചേച്ചിക്ക്? ഒരു കാര്യമില്ല. അവര് വന്നിട്ട് ഞങ്ങളോട് വെള്ളം ചോദിച്ചത്, അത് കെടുത്തായി വെള്ളം ഇല്ലായിരുന്നു. തിയേറ്ററിന്റെ മുന്നേ വന്നിട്ട് ഇങ്ങനെ അഭ്യാസം കാണിച്ചിട്ട് വെള്ളം ചോദിക്കുന്ന അവര് പുറത്ത് വന്നിട്ട് ഞങ്ങളോട് തന്നെ ഈ തിയേറ്ററിനെ ഭീഷണിപ്പെടുത്തി ഒരു പുറത്ത് അതിക്രമം കാണിച്ചിട്ട് തിയേറ്ററിലുള്ളവരോട് വെള്ളം ചോദിക്കുക. അത് ശരിയല്ല. തിയേറ്ററിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ അവര്? തിയേറ്ററിനെ ചോരൊന്നും പറഞ്ഞില്ല. സിനിമയ്ക്കെതിരെ മോഹൻലാലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മോഹൻലാലിനെ പറ്റിയിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. മോഹൻലാൽ അത് അവരോട് മാപ്പ് പറയുകയും ചെയ്തു, ഞങ്ങൾ ചെയ്യാൻ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാന്നും പറഞ്ഞു. വേറൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഇങ്ങനെ തിരക്കുണ്ടോ ശരിക്കും സിനിമയ്ക്ക്? ഫുള്ളാണ്. ഇത് പറഞ്ഞാലും വണ്ടി കണ്ടില്ല, കണ്ട വണ്ടി അവിടെ വണ്ടി പാർക്ക് ചെയ്യണ്ടെന്ന് പറ്റില്ല. അതൊക്കെ കാറിന്റെ ലൈനൊക്കെ പോയി നോക്കി. ആ കാറിന്റെ ലൈൻ കണ്ടാലേ അറിയുള്ളൂ അത്രയും ജനം ഉണ്ടോ. അത്രയ്ക്ക് ജനം ഉണ്ടല്ലേ ശരിക്കും? എനിക്ക് തോന്നുന്നു ഈ എഡിറ്റ് ചെയ്ത ഭാഗം വരുന്നേക്കാളും മുന്നേ എല്ലാവരും കാണാനുള്ള ഇനിയിപ്പോ എഡിറ്റ് ചെയ്ത ഭാഗം കാണാൻ വരുമ്പോ ഇനി ഇഷ്ടമാതിരി ആളുകൾ ഉണ്ടാവുള്ളൂ. ആണല്ലേ? ഇഷ്ടമാതിരി ആൾക്കാരുണ്ടാവും. ഇത് കുറയില്ല. ഈ പടത്തെ മോഹൻലാലിന്റെ പടത്തിന് ഒരിക്കലും ആരും കുറയില്ല. ഇവിടെ ഇങ്ങനെ മോഹൻലാലിന്റെ പടത്തിന് ഭയങ്കര സ്വീകരണമാണ്. അല്ലെങ്കിലും ഭയങ്കര സ്വീകരണം. മോഹൻലാലിന്റെ പടവും മമ്മൂട്ടിയുടെ പടമൊക്കെ വരുമ്പോ ഭയങ്കര തിരക്ക് തന്നെയാണ്. ഇവിടെ എന്റെ പടം കഴിച്ചിനി ആരെ കുഞ്ചാക്ക ബോബന്റെ, അതിന് എമ്മാതിരി തിരക്കായിരുന്നു. ഇവിടെ ഓഫീസർ അതും തിരക്കായിരുന്നു. ഫാമിലീസ് നന്നായിട്ട് കയറുന്ന ഒരു തിയേറ്റർ ആണല്ലേ? ഫാമിലി കയറുന്ന തിയേറ്ററാണ്. ഇന്നും അധികം ഫാമിലിയാണ് ഉള്ളത് ഇന്നത്തെ പടത്തിന്. എന്തായാലും ഇന്നൊക്കെ ഫാമിലിയാണ് ഉള്ളത്. ലീവ് അതിനെ കൊണ്ട് ഫാമിലി അടക്കം വന്നിട്ടുണ്ട്. അപ്പോ ഇതൊരു ഗംഭീരത്തെ കോഴിക്കോടിന്റെ തന്നെ ഏറ്റവും വലിയൊരു തിയേറ്റർ ആണല്ലോ അപ്സര. എല്ലാ തിയേറ്ററിലും പോയി കത്തിച്ചിരിക്കുന്നു. അവിടെ മാത്രമൊന്നുമല്ല. ഭയങ്കര. അപ്പൊ അങ്ങനെ